എല്ലാവർക്കും നമസ്കാരം. ജോണി ഡെപ്പ് എന്ന പേര് ഇപ്പോൾ ഒരുപാട് പേർക്ക് പരിചിതമാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പരിചിതമായ മറ്റൊരു പേരുണ്ട്, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. ആ പേര് കേട്ടാൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. കുറച്ച് വട്ടുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കടൽ കൊള്ളക്കാരൻ. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ എന്ന സിനിമാ പരമ്പരകളിലെല്ലാം നായക വേഷത്തിൽ അഭിനയിച്ച് ലോകം മുഴുവൻ ആരാധകരെ സ്വന്തമാക്കിയ ഒരു നടൻ. ഞാൻ പെട്ടെന്ന് ജോണി ഡെപ്പിനെ കുറിച്ച് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ കമ്പ്യൂട്ടറിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകള് പെട്ടെന്ന് ഓടി വന്നിട്ട് ചോദിച്ചു, അച്ഛാ ക്യാപ്റ്റൻ സ്പാരോ ആംഗ്രി ബേർഡ് കളിക്കുമോ? ഞാൻ ചോദിച്ചു, എന്താ മക്കളെ അങ്ങനെ ചോദിക്കുന്നത്? ഇപ്പോൾ വീഡിയോ ഗെയിമൊക്കെ എല്ലാവരും കളിക്കുന്നതല്ലേ. ആംഗ്രി ബേർഡ് ചിലപ്പോൾ ജാക്ക് സ്പാരോ കളിച്ചിട്ടുണ്ടാകാം. അതല്ല അച്ഛാ, ആംഗ്രി ബേർഡിനെ ക്യാപ്റ്റൻ സ്പാരോ തോപ്പിച്ചു എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞു, മക്കളെ ആര് പറഞ്ഞു? അതല്ല, എൻ്റെ കൂട്ടുകാരിയെ ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പം പറഞ്ഞതാണ് ക്യാപ്റ്റൻ സ്പാരോ ജയിച്ചു, ആംഗ്രി ബേർഡ് തോറ്റു എന്ന്. ഞാൻ ആലോചിച്ചു, ജാക്ക് സ്പാരോ ആംഗ്രി ബേർഡ് കളിച്ച് ജയിക്കുന്നതൊക്കെ കുട്ടികൾക്ക് ചർച്ച ചെയ്യുന്ന തരത്തിൽ ഇത്രയും വലിയ വാർത്തയാണോ? എന്നാൽ പിന്നെ ഇതൊന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് ഗൂഗിൾ എടുത്ത് ജോണി ഡെപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോഴാണ് വരുന്നത് അദ്ദേഹവും ആംബർ ഹെഡുമായിട്ടുള്ള കോടതി നടപടികൾ, കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഗൂഗിളിൽ ആദ്യമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാർത്തകളുണ്ട്. ആംബർ ഹെഡ് നമ്മുടെ ജോണി ഡെപ്പിനെതിരെ നൽകിയ ഗാർഹിക പീഡന പരാതിക്കെതിരെ അദ്ദേഹം സമർപ്പിച്ച മാനനഷ്ട കേസിൽ വിധി വന്നിരിക്കുന്നു. ആംബർ ഹെഡ് ജോണി ഡെപ്പിന് 15 ദശലക്ഷം ഡോളർ നഷ്ടപരിഹാരം നൽകാനാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആംബർ ഹെഡ് ജോണി ഡെപ്പിന് എതിരായിട്ട് നൽകിയ മറ്റൊരു കേസിൽ ആംബർ ഹെഡിന് തന്നെ 2 ദശലക്ഷം നഷ്ടപരിഹാരം ജോണി ഡെപ്പിന് കൊടുക്കുന്നതിന് വേണ്ടി ആംബർ ഹെഡിനെതിരായി മറ്റൊരു വിധിയും കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഈ വിധിയാണ് കുട്ടികൾ വായിച്ച് ആരോ പറഞ്ഞു കേട്ട് ചർച്ച ചെയ്ത് നമ്മുടെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ ആംഗ്രി ബേർഡിനെ തോൽപ്പിച്ചു എന്ന തരത്തിലേക്ക് മാറിയത്. എന്നാൽ 8 വയസ്സുള്ളൊരു കുട്ടിയൊക്കെ ജാക്ക് സ്പാരോയെ ഇത്രയും ഇഷ്ടപ്പെടണമെങ്കിൽ ജോണി ഡെപ്പ് എന്ന് പറയുന്ന നടൻ്റെ റേഞ്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ അളവ്, എണ്ണം എത്ര വലുതായിരിക്കും. 2012കളാണ് ശരിക്കും പറഞ്ഞാൽ ജോണി ഡെപ്പ് എന്ന് പറയുന്ന നടൻ്റെ പുഷ്കരകാലം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന അഭിനേതാക്കളിൽ ഒരാളായി ജോണി ഡെപ്പ് വളർന്നത് 2012ലാണ്. അന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന അഭിനേതാവ് എന്നുള്ള ഒരു റെക്കോർഡ് ജോണി ഡെപ്പിൻ്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് 75 മില്യൺ US ഡോളറോ മറ്റോ ആയിരുന്നു അന്ന് ജോണി ഡെപ്പിനുണ്ടായിരുന്ന ആസ്തി. ഇത്രയും സമ്പാദ്യവും ആസ്തിയും ഒക്കെയായി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയുമായ ആംബർ ഹെർഡ് അദ്ദേഹത്തിനെതിരെ ഗാർഹിക പീഡന പരാതി നൽകുന്നത്. ഇത്തരം ഒരു പരാതി വന്നതോടുകൂടി സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ അതിലെ തെറ്റും ശരിയും അന്വേഷിക്കുന്നതിന് മുമ്പ് ജോണി ഡെപ്പ് തെറ്റുകാരനാണെന്ന് വിധിച്ചുകൊണ്ട് വളരെ വലിയ തരത്തിലുള്ള മാധ്യമ പ്രചരണം അഴിച്ചുവിട്ടു. അതോടുകൂടി അദ്ദേഹത്തിനെ വെച്ച് പൈറേറ്റ്സ് ഓഫ് കരീബിയൻ എന്ന് പറയുന്ന സിനിമ എടുത്തിരുന്ന കമ്പനി ആ സിനിമകൾ ഇനി തുടർന്നെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജോണി ഡെപ്പിനെ അവരുടെ പ്രോജക്റ്റുകളിൽ നിന്ന് ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ ഫാന്റാസ്റ്റിക് ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു പരമ്പര 2 ചിത്രങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞു. ആ പരമ്പരകളിൽപ്പെട്ട ചിത്രങ്ങളിൽ നിന്നും ജോണി ഡെപ്പിനെ ഒഴിവാക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹോളിവുഡ് നടനെന്നുള്ള അഭിനയ ജീവിതത്തിന് തന്നെ തിരശ്ശീല വീഴുന്ന ഒരു കാഴ്ചയാണ് ലോകം മുഴുവനുള്ള ആരാധകർ, ജനങ്ങൾ കണ്ടത്. പിന്നെ അങ്ങോട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പതനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പ്രശസ്തിയും കരിയറും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കെ പെട്ടെന്ന് താഴേക്ക് വലിച്ചെറിയപ്പെട്ട ഒരവസ്ഥ. വേറെ ഏതൊരു മനുഷ്യനാണെങ്കിലും വിഷാദ രോഗത്തിനോ അടിമപ്പെടുകയോ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് ജോണി ഡെപ്പ് എന്ന് പറയുന്ന നടൻ, ജോണി ഡെപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ വിജയത്തിലേക്ക് തിരികെ വന്നത് ഫൈറ്റ് ചെയ്യാനുള്ള, തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പൊരുതി നിൽക്കാനായിട്ട് അദ്ദേഹം കാണിച്ച തൻ്റെ ഇടം കൊണ്ടാണ്. കോടതി നടപടികളൊക്കെ പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ പല പ്രാവശ്യം ആഘോഷിക്കുകയും വാർത്തയാക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അവസാന വിജയം ജോണി ഡെപ്പിന് തന്നെയായിരുന്നു. ആംബർ ഹെഡ് ചെയ്ത തെറ്റുകൾക്ക്, ആംബർ ഹെഡ് അദ്ദേഹത്തെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞതിന് കോടതി അവസാനം വിധി പറഞ്ഞിരിക്കുകയാണ്.
അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊന്നും ഈ 15 ദശലക്ഷം ഡോളർ കൊണ്ടോ 2 ദശലക്ഷം ഡോളർ കൊണ്ടോ തിരികെ കിട്ടില്ലായിരിക്കാം. എന്നാൽ കോടാനുകോടി വരുന്ന ലോകം മുഴുവനുള്ള ആരാധകരുടെ മനസ്സിൽ ജോണി ഡെപ്പ് തെറ്റുകാരനല്ല, കുറ്റക്കാരനല്ല, ഗാർഹിക പീഡനം നടത്തിയ ഒരു പുരുഷനല്ല ജോണി ഡെപ്പ് എന്ന് തെളിയിക്കപ്പെടാൻ ഈ കോടതി വിധി കൊണ്ട് സാധിച്ചിരിക്കുകയാണ്. ജോണി ഡെപ്പ് ഇനിയും തിരിച്ചു വരും. ഫന്റാസ്റ്റിക് ബീസ്റ്റിന്റെ അടുത്ത ഒരു സിനിമ വരികയാണെങ്കിൽ അതിൽ നായകനായിട്ട് ചിലപ്പോൾ അദ്ദേഹം അഭിനയിച്ചേക്കാം. പക്ഷേ എനിക്ക് അല്ലെങ്കിൽ ഒരുപാട് പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ആരാധകർക്ക് അദ്ദേഹം ജാക്ക് സ്പാരോ ആയി തിരിച്ചു വരുന്നത് കാണാനാണ് ഇഷ്ടം. ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന കഥാപാത്രമായി ജോണി ഡെപ്പ് സ്ക്രീനിൽ നിറയുന്ന ആ ദിവസത്തിനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.